ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം. मुझसे इलेक्शन कमीशन एफिडेविट मांगता है, मुझसे कहता है ओथ लेना है। मैंने पार्लियामेंट के सामने, पार्लियामेंट के अंदर ओथ लिया है। എന്നോട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നു സത്യവാങ്മൂലം നൽകണമെന്ന്. എന്നോട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നു സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന്. ഞാൻ പാർലമെന്റിന്റെ അകത്ത് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ്. राहुल गांधी डू solemnly affirm इस संविधान के सामने ओथ लिया है। ഞാൻ ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. अगर हमें इलेक्ट्रॉनिक डेटा मिल जाए, हम साबित कर देंगे कि हिंदुस्तान का प्रधानमंत्री चोरी करके प्रधानमंत्री बना है। ഞാൻ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടതുപോലെ ഇലക്ട്രോണിക് വോട്ടുകൾ എനിക്ക് നിങ്ങൾ നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് ഇത് തെളിയിച്ചു തരാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കള്ള വോട്ടുകൾ നേടി അധികാരത്തിലെത്തിയ ആളാണ് എന്ന്. पूरे देश को ये सवाल पूछना चाहिए कि इलेक्शन कमीशन इलेक्ट्रॉनिक डेटा और वीडियोग्राफी क्यों नहीं दे रहा है। इलेक्शन कमीशन बीजेपी का नहीं है, इलेक्शन कमीशन संविधान के लिए काम करता है। जो कॉन्स्टिट्यूशन का फाउंडेशनल आइडिया है वन मैन वन वोट, इस पर इलेक्शन कमीशन और उसके सारे अफसर आक्रमण कर रहे हैं। इसका मतलब वो संविधान पर आक्रमण कर रहे हैं, हिंदुस्तान के गरीब जनता पर आक्रमण कर रहे हैं। अगर आप सोच रहे हो कि आप इस पर आक्रमण करके बचोगे तो फिर से सोचो, टाइम लगेगा मगर हम आपको पकड़ेंगे, एक एक करके पकड़ेंगे। मेरी बात याद रखना, क्योंकि आप अगर इस पर हमला करोगे तो हम आप पर हमला करेंगे। രാജ്യത്തെ സകലമാന ആളുകളും ഇലക്ഷൻ കമ്മീഷനോട് ഈ കാര്യം ചോദിക്കേണ്ടതാണ്. നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് ഇലക്ട്രോണിക് വോട്ടുകൾ തരാത്തത്, വീഡിയോഗ്രാഫി തരാത്തത്? ഇലക്ഷൻ കമ്മീഷൻ അത് BJPയുടെ സ്വകാര്യ സ്വത്തല്ല. ഇലക്ഷൻ കമ്മീഷൻ അത് ഭരണഘടനയ്ക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടവരാണ്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളത്. ഈ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നെറുകേട് കാണിക്കുകയാണ്. ഇതിന്റെ അർത്ഥം ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ ആക്രമണം നടത്തുകയാണ്, ഇന്ത്യയിലെ സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ ആക്രമണം നടത്തുകയാണ്. നിങ്ങൾ ഇത് വിചാരിക്കുന്നുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ ആക്രമണം നടത്തിയിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന്? കുറച്ച് സമയമെടുത്തേക്കാം, പക്ഷേ നിങ്ങൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങളെ ഞാൻ പൊക്കിയിരിക്കും, ഓരോരുത്തരായി പൊക്കിയിരിക്കും. എന്റെ വാക്ക് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങൾ ആക്രമിച്ചിരിക്കുന്നത് ഭരണഘടനയ്ക്കെതിരാണെങ്കിൽ നിങ്ങളെയും ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല.